ബഹുമാന്യനായ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സാധാരണ ഫ്രൈഡേ ക്ലബിൻ്റെ പരിപാടിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഇന്ന് മറ്റൊരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ആ സംരംഭം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള സർഗ പ്രതിഭയെ വളർത്തുകയും പോഷിപ്പിക്കുകയും മറ്റുള്ളവരിൽ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സദസ്സ്. നമ്മളതിന് പേരിടാൻ ആഗ്രഹിക്കുന്നത് സർഗസായാഹ്നം എന്നാണ്. നമ്മളെല്ലാ ആഴ്ചകളിലും പ്രോഗ്രാം നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അത്ര സർഗാത്മകമായ ഒരു വേദി ഒരുക്കുകയാണ് ക്ലബ്ബ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ കവിത പാരായണം ചെയ്യുന്നവരുണ്ട്, ഗാനങ്ങൾ ആലപിക്കാൻ കഴിയുന്നവരുണ്ട്, മറ്റ് അതുപോലെ സ്കിറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, അതുപോലെ നല്ല ഡോക്യുമെൻ്ററിയും അതും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്, സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അത്തരം ആളുകൾക്കൊക്കെ അവരുടേതായ ആ സർഗ പ്രതിഭ അവതരിപ്പിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉള്ള ഒരു വേദിയാണ്. നമ്മൾ സാധാരണ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ആധികാരികമായി ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പണ്ഡിതൻ ഒന്ന് സംസാരിക്കുക, അത് അത്തരത്തിലുള്ള പരിപാടികളെല്ലാം തുടർന്നുണ്ടാവും. ആരോഗ്യകരമായ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ പല ആളുകളെയും നമ്മൾ ഇത്തരം വേദികളിൽ കൊണ്ടുവരാറുണ്ട്. ഈ ഒരു സർഗസായാഹ്നം യാതൊരു വിധ ഇതുമില്ലാതെ നമുക്ക് നമ്മളുടേതായ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങളും നമ്മുടെ കഴിവുകളുമൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി എന്ന നിലയിലാണ്, ഒരു പരീക്ഷണമാണ്. അതിന് പരമാവധി വേണ്ട വിജയം നമ്മൾ ഓരോരുത്തരുടെയും സഹകരണത്തിൽ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിനുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് ചർച്ച ചെയ്തു ബഹുമാന്യനായ നമ്മുടെ ആദം അയ്യൂബ് സാഹിബായിട്ട്. ആദം അയ്യൂബ് സാഹിബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തതാണെന്നും അറിയാം. ഒരു അരനൂറ്റാണ്ടിലെ കാലമായി ഈ സിനിമാ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും എല്ലാം അദ്ദേഹം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ, ഒരു ഡയറക്ടർ എന്ന നിലയിൽ, ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിലൊക്കെ തന്നെ വളരെ പ്രശസ്തമായ സേവനത്തിലുള്ള ആളാണ്. ഈ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്, നമ്മുടെ തമിഴ്നാടൻ രജനീകാന്തിൻ്റെ ക്ലാസ്മേറ്റാണ്. അവരൊക്കെ ഒന്നിച്ച് പഠിച്ചവരാണ്. അതിനേക്കാളൊക്കെ വളരെ സീനിയറായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ മീഡിയ രംഗത്ത് അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള മീഡിയ പേഴ്സൺസ്. ഇപ്പം ഇന്ന് നമ്മുടെ മീഡിയകളിലുള്ള ഒട്ടനവധി ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ഒരുപാട് സർഗാത്മകമായ കഴിവുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഇടയിലുള്ള ഈ ആളുകളുടെ ഇടയിൽ ഈ സർഗാത്മകമായ ഇത് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിക്കുകയും അങ്ങനെയാണ് ഈ ഒരു ആശയം വാസ്തവത്തിൽ ഇന്നിവിടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ പരിപാടിയുടെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ മറ്റു വശങ്ങൾ അദ്ദേഹം തന്നെ സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സർഗസായാഹ്നത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അദ്ദേഹമാണ്. ഒരു തുടക്കമെന്ന നിലയിലാണ് മറ്റൊരു വിഷയം, ഒരു ചർച്ചയ്ക്ക് എന്ന രീതിയിൽ, ചർച്ചയ്ക്കെല്ലാം ഒരു ബഷീറിയൻ സാഹിത്യം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ദർശനം, അത് സമൂഹത്തിന് നൽകിയ ദർശനം, അദ്ദേഹത്തിൻ്റെ അതൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ബഷീർ ഒരു സൂഫി വരിയെ പോലെ നമ്മളുടെ ഇടയിൽ ജീവിക്കുകയും കൊച്ചു കൊച്ചു കഥകൾ എഴുതി നമ്മളെയൊക്കെ ആനന്ദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു ദർശനമുണ്ടാകും, ഒരു ദാർശനിക ഭാവം അതിനകത്തുണ്ടായിരുന്നു. ആ ദർശനം എന്താണെന്ന്
അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലെ ചില ആളുകൾക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം എന്നതുകൊണ്ടാണ് ആ ഒരു വിഷയവും ഊന്നിക്കൊണ്ട് ബഷീറിനെ കുറിച്ച് ധാരാളം പഠിക്കുകയും ബഷീറിനെ നേരിട്ട് തന്നെ ഇൻ്റർവ്യൂ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു മാന്യഗ്രഹമാണ് VA ഹാരിസ് സാഹിബ്. വളരെ കാലങ്ങളായിട്ട് പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. സർവീസിൽ റിട്ടയർ ചെയ്തിട്ടാണെങ്കിലും സുപ്രഭാത പത്രത്തിൽ കുറേ കാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തകർ എന്ന നിലയിൽ സാമൂഹികമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങളിടുന്ന അന്യ വ്യക്തിയാണ് ഹാരിസ് സാഹിബ്. അദ്ദേഹവും നമ്മളോടൊപ്പം ഈ സർക്കസ് ആയനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ റൌഫ് സാഹിബ് നമുക്ക് വേണ്ടി പാട്ട് പാടും, അസ്ലം സേട്ട് നമുക്ക് വേണ്ടി പാട്ട് പാടാം. ഇനിയും ധാരാളം ആളുകൾ ഇവിടെ അല്ലാതെ തന്നെ ഉണ്ടാവും. അവരൊക്കെ നമ്മളെ എൻ്റർടൈൻ ചെയ്യും എന്ന് വിശ്വസിക്കാം. നമുക്ക് ഈ പരിപാടി എങ്ങനെ വേണം, ഇതൊരു തുടക്കമാണ്, ഒരു ഫ്ലൂയിഡ് സ്റ്റേജാണ്. അത് എന്തെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കണം, ഏതൊക്കെ കാര്യങ്ങളിലാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒരു ചർച്ച കൂടി ആവാം. നിങ്ങളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിനെ ആ രീതിയിൽ ഷെയ്പ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉദ്ഘാടകൻ്റെയും മറ്റൊന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് അതിനും കൂടി ചെലവഴിക്കാൻ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ഒരു സർഗാത്മകമായ ഈ ഒരു ആ വേദിയെ ലൈവാക്കാൻ, ജീവസുള്ളതാക്കാൻ നമുക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് തരാനുള്ളത് എന്നുകൂടി നിങ്ങൾ പരിഗണിക്കണം എന്നുകൂടി പറയുകയാണ്. കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. ക്ലബ് അംഗങ്ങൾക്കും അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ പങ്കെടുക്കാവുന്ന രീതിയിലേക്ക് ഇതിനെ വളർത്തിയെടുക്കണം. അവരുടെയും കൂടി പങ്കാളിയായ ആദം സാഹിബിനെ ആദരപൂർവ്വം വീണ്ടും വിളിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ നമ്മുടെ അധ്യക്ഷൻ യൂനുസ് സാഹിബ്, ഹാജിദ് സാഹിബ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബൂബക്കർ സാഹിബ് പറഞ്ഞു ഈ ഫ്രൈഡേ ക്ലബിൻ്റെ ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അംഗങ്ങൾക്ക് വേണ്ടി വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങളും പരിപാടികളും നടക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ ഒരു പുതിയൊരു ആശയമാണ്. ഇവിടെ ഞാൻ കാണുന്നത് കൂടുതലും റിട്ടയർ ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിലെത്തിക്കഴിഞ്ഞ ആളുകൾക്ക് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് വേറെ എൻഗേജ്മെൻറ്റ്സ് ഒന്നും ഒരുപക്ഷെ ജീവിതം വളരെ വിരസമായി തോന്നാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും പല ആളുകളുടെയും പല പ്രതിഭകളുടെയും അവർ തന്നെ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തിയത് ജീവിതത്തിൽ വളരെ വൈകിയ വേളകളിലാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ ധാരാളം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആശയങ്ങൾക്ക്, അങ്ങനെയുള്ള കഴിവുകൾക്ക് ഒരു പ്രചോദനം കൊടുക്കാനും ഈ വാർദ്ധക്യത്തിൻ്റെ വൈരസ്യത്തെ ഇല്ലാതാക്കി കുറെ കൂടി ഊർജ്ജസ്വലവും സന്തോഷദായകവുമാക്കി തീർക്കാനുള്ള ഒരു പരിപാടി എന്ന നിലക്കാണ് ഇദ്ദേഹം ഈ സർഗസായാഹനം എന്നൊരു പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജീവികളുടെയും അടിസ്ഥാനപരമായ ആവശ്യം രണ്ടാണ്: ഇര തേടുക, ഇണ ചേരുക. ഇര തേടുന്നത് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയും ഇണ ചേരുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ്. മനുഷ്യൻ ഒഴിച്ചുള്ള മറ്റെല്ലാ ജീവികളെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും. ജീവിതം അവസാനിക്കുന്നവരെ അത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ സൃഷ്ടാവ് നമുക്കതിന് വളരെ ഉദാത്തമായ ഒരു തലത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്ക് അതിലപ്പുറമുള്ള ഒരുപാട് ബുദ്ധിയും മനസ്സും ഒരുപാട് കഴിവുകളും സൃഷ്ടാവ് നമുക്ക് തന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, 850 കോടിയിലധികം ജനങ്ങൾ ഈ ഭൂമിയിൽ അധിവസിക്കുന്നുണ്ട്. ഏത് ഫോർ എ ഗിവൺ ടൈം. ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻ്റ് അന്യൂനമാണ്. അതുപോലത്തെ ഒരാൾക്കില്ല, മരിച്ചുപോയ ഒരാളുടെയും ഇല്ല, ഇനി വരാൻ പോകുന്ന ആൾക്കുമില്ല. ഇത്രയ്ക്കും വ്യത്യസ്തമായിട്ട് ഇത്രയും കോടാനുകോടി സഹസ്രകോടി മനുഷ്യർക്ക് വളരെ വ്യത്യസ്തവും അവർക്ക് മാത്രമുള്ള ഫിംഗർ പ്രിൻ്റുകൾ സൃഷ്ടിക്കുക എന്നുള്ള സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാളെപ്പോലെ മറ്റൊരാൾക്ക് ഫിംഗർ പ്രിൻ്റ് ഇല്ല. അതുകൊണ്ടാണ് കുറ്റാന്വേഷണത്തിൽ ഏറ്റവും പ്രബലമായൊരു തെളിവായിട്ട് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരിലും ഒരുപക്ഷെ നമ്മൾ സ്വയം കണ്ടെത്തുന്നില്ല എന്ന് മാത്രമാണ്, എല്ലാ മനുഷ്യരിലെയും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കും. ഈവൻ ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യരിൽ പോലും അതിനെ അതിജീവിക്കുന്ന ഒരുപക്ഷെ നമ്മൾക്കില്ലാത്ത എന്തെങ്കിലും കഴിവുകൾ അവർക്കുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം അസ്ലം സൈഡിൻ്റെ ഒരു നേതൃത്വത്തിൽ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ഒരു സംഗമം ഞങ്ങൾ കൊച്ചിയിൽ ഷാദി മഹലിൽ നടത്തിയുണ്ടായി. അവിടെ 1-2 കുട്ടികൾ വരച്ച ചിത്രങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവരോട് നമ്മൾ സംസാരിക്കുക, അവരെ കാണുക ചെയ്താൽ അവരുടെ ഭാവനയിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ വിരിഞ്ഞതെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഒരുപക്ഷെ സാധാരണ രീതിയിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും പറ്റാത്ത തരത്തിലുള്ള അതിഗഹനമായിട്ടുള്ള ആശയങ്ങളാണ് ആ വർണ്ണങ്ങളിൽ അവർ വിരാജിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും ബഹുതല സാധ്യതകളുടെ എഡിറ്റ് ചെയ്യപ്പെടാത്ത സമാഹാരങ്ങളാണ്. എഡിറ്റ് ചെയ്യപ്പെടുന്നപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുണ്ട് ബഹുതല സാധ്യതകൾ. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. എനിക്കുള്ളത് നിങ്ങൾക്കുണ്ടാവില്ല, നിങ്ങൾക്കുള്ളത് എനിക്കുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അവൻ്റെ ആ ബഹുതല സാധ്യതകളെ എഡിറ്റ് ചെയ്തിട്ടില്ല. പച്ചവണ്ണം എല്ലാം കൂടി തന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കണം. നമ്മളതിനെ എഡിറ്റ് ചെയ്യണം. ആവശ്യമുള്ളതിനെ പരിപോഷിപ്പിക്കുകയും അതിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും സ്വയവും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ അതിനെ പരിപോഷിപ്പിച്ചെടുക്കുകയും ചെയ്യാൻ തോന്നും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഫിസിക്കലായിട്ട് ഒരു അമ്മ പ്രസവിക്കുമ്പോഴാണ് ഒരാൾ ഭൂജാതനാവുന്നത്. പക്ഷെ വാസ്തവത്തിൽ മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ശാരീരികമായി ജനനം നടന്നെങ്കിലും അവൻ സ്വയം കണ്ടെത്തുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും. അവൻ തന്നെ തിരിച്ചറിയുന്ന ദിവസങ്ങൾ. ആ ഓരോ സന്ദർഭങ്ങളിലും അവൻ പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമാർ പ്രസവിക്കുന്ന ദിവസമല്ല ഒരു മനുഷ്യൻ എന്നേക്കുമായിട്ട് ജനിക്കുന്നത്. ജീവിതം അവനെ വീണ്ടും വീണ്ടും ജനിക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ സന്ദർഭങ്ങളും ഓരോ പുതിയ വെല്ലുവിളികളും നമ്മളിൽ പുതിയ മനുഷ്യനെ കണ്ടെത്തുകയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഞാനല്ല, ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സംഭവം എനിക്ക് പല ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ടാവും. അതുവരെ ഇല്ലാത്ത കഴിവുകളെക്കുറിച്ച് ഞാൻ ബോധവാനായിട്ടുണ്ടാവും. പലപ്പോഴും എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ വെച്ചെങ്കിൽ അപകടം എന്നല്ല ഉദ്ദേശിക്കുന്നത്, യാദൃച്ഛികതകൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ള തിരിച്ചറിവുകൾ നൽകും. അങ്ങനെ നമ്മൾ സ്വയം എപ്പോഴും നിരന്തരം ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ കഴിവുകൾ നമ്മൾ സ്വയം കണ്ടെത്തുക വഴി. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും അടങ്ങിയ ഒരു സമഗ്ര സത്തയാണ്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരം മാത്രമേ ഉള്ളൂ. നമുക്ക് ആത്മാവുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഭാവനയുണ്ട്, സർഗചേതനകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. അത് നമ്മളിലുണ്ട്. നമ്മൾ ഒരുപക്ഷെ അറിവില്ലായിരിക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കഴിവുകളെ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പലതരത്തിലുള്ള സൃഷ്ടികൾ നടത്താൻ കഴിയും. ഒന്ന് ആദ്യം ശരീരത്തിനെടുക്കാം. ശരീരത്തിനെ
നമ്മൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കുകയും അതിനെ വേണ്ട മെയ്വഴക്കങ്ങളോടുകൂടി ശാരീരിക അഭ്യാസങ്ങളിലൂടെയോ യോഗയിലൂടെയോ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടോ ഒക്കെ നമ്മളതിനെ ശരിയായ രീതിയിൽ പരിപോഷിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കായികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒളിമ്പിക്സ് വരെ എത്താം. കായികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ബോക്സിങ്, ഇപ്പം കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി ബോക്സിങ്ങിലൂടെ ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഒരാളാണ്. അതുപോലെ ശരീരം കൊണ്ട് ചെയ്യാവുന്ന, ശരീരത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടും അതിനെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചുകൊണ്ടും നമുക്ക് കായികമായിട്ടുള്ള പല നേട്ടങ്ങൾ ഈ ഭൂമിയിൽ കൈവരിക്കാൻ കഴിയും. അടുത്തത് മനസ്സിൻ്റെ, ആത്മാവിൻ്റെ, നമ്മുടെ സർഗാത്മകതയുടെ വികാസമാണ്. അതിന് നമ്മൾ ആദ്യം സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പം എല്ലാവരും നല്ല പ്രഭാഷകരായിട്ടല്ല ജനിക്കുന്നത്, അല്ലെങ്കിൽ നല്ല എഴുത്തുകാരായിട്ടല്ല ജനിക്കുന്നത്, നല്ല അഭിനേതാക്കളായിട്ടല്ല ജനിക്കുന്നത്, നല്ല ഗായകരായിട്ടല്ല അല്ലെങ്കിൽ സംഗീതജ്ഞരായിട്ടല്ല ജനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം, പിന്നെ ഇതൊക്കെ പഠിപ്പിക്കാനുള്ള, സിനിമ പഠിപ്പിക്കാനുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, സംഗീതം പഠിപ്പിക്കാനുള്ള സംഗീത കോളേജുകളുണ്ട്. അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സൃഷ്ടാവ് നമ്മളുടെ തുള്ളിയായിട്ട് ഇറ്റിച്ച് തന്നിട്ടുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, കണ്ടറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരം നശിക്കുന്നതോടൊപ്പം അതും തീരും. പക്ഷെ അതിന് തിരിച്ചറിയുകയും അതിന് കാരണം ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്ന വളരെ സങ്കീർണമായ സാങ്കേതികതകൾ ഉള്ള ഒരു ലോകത്താണ്. അപ്പോൾ ഈ സാങ്കേതികതകളിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഈ സിദ്ധിയെ വികസിപ്പിക്കുകയും അത് നമുക്കും നമ്മുടെ സഹജീവികൾക്കും പ്രയോജനപ്രദമാവുന്ന വിധത്തിൽ വികസിപ്പിച്ചെടുക്കുക, അതിനെ ചാനലൈസ് ചെയ്യുക, അതിനൊരു ശരിയായ ദിശാബോധം നൽകിക്കൊണ്ട് അതിലൂടെ കൊണ്ടുപോകുക, അതിന് ചില പരിശീലനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഈ പ്രസംഗ പരിശീലനത്തോടെ എഴുതാനുണ്ട്, പിന്നെ നമുക്കൊരു സാഹിത്യ രചന നടത്തണമെങ്കിൽ അതിനൊരു പരിശീലനമുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണ്ടത് ഇൻപുട്ടാണ്. ഏതൊരു ഫാക്ടറിയിലും അസംസ്കൃത പദാർത്ഥങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് അതിൽ നിന്നും നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും അനുഭൂതികളുമാണ്. അതിനെ നമ്മുടെ ഭാവനയുടെ ചൂളലിട്ട് സംസ്കരിച്ചുകൊണ്ട് നമ്മളതിനെ പ്രോഡക്റ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അതൊരു കഥയോ കവിതയോ തിരക്കഥയോ നാടകമോ സംഗീതമോ അല്ലെങ്കിൽ അഭിനയമോ എന്തുമാവാം. സർഗാത്മകത എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ക്യാൻവാസാണ്. ചിത്രകല എന്തെല്ലാം ചെയ്യാൻ കഴിയും. ഇൻസ്റ്റലേഷൻസ്, ഇപ്പോൾ നമ്മുടെ ബിനാലെ വന്നുകൂടി നമ്മളൊരു പുതിയ സംഭവം കൂടി തിരിച്ചറിഞ്ഞു. ചിത്രമല്ല, പക്ഷേ ഇൻസ്റ്റലേഷൻസ്, ചില വസ്തുക്കൾ ചില രീതിയിൽ ചില അനുപാതത്തിൽ ചില സ്ഥലങ്ങളിൽ വിന്യസിക്കുന്നതിലൂടെ സംജാതമാവുന്ന ഒരു ദൃശ്യ അനുഭവമുണ്ട്. അതും ഈ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഒരു പുതിയ തലമാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ സർഗാത്മകതയെ വെല്ലുവിളിക്കുന്ന വേറെയും ചില കാര്യങ്ങൾ സമാന്തരമായിട്ട് വന്നിട്ടുണ്ട്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നവമാധ്യമങ്ങളിലൂടെ. അതിന് നമ്മൾ ഇൻപുട്ട് കൊടുത്ത് മാത്രം നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ വെറും സാധാരണ ഒരു ഫോണിനകത്ത് പോലും ഉണ്ട്. ഏതെങ്കിലും വിഷയം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ഞാൻ ആശ്രയിക്കുന്നത് തന്നെയാണ്. ചിലപ്പോൾ തെറ്റായിട്ടും തരും കേട്ടോ. ആദം അയ്യൂബ് ഞാൻ അഴിച്ചപ്പോഴൊക്കെ അദ്ദേഹം വേറെ എന്തൊക്കെയാണ് പറയുന്നത് അവർ എന്നെക്കുറിച്ചല്ല. പിന്നെ ഉടനെ അടുത്തത് വന്നു, സോറി ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം നിങ്ങളുടെ പേരടിച്ച് നോക്ക്, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരും. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്നോട് ചോദിക്കുമെന്ന് പറയുന്ന പോലെ എയോട് ചോദിച്ചാൽ പറഞ്ഞു തരും നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ നമ്മളെക്കുറിച്ച് അറിയുക, ബോധവാന്മാരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് ഞാൻ അബൂബക്കർ സാഹിബിനോട് ചോദിച്ചു, നമ്മൾ ഈ ഒരു ഇനോഗ്രൽ സെഷനോടുകൂടി ഇതിനെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഇതിന് ശേഷം ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്. നമുക്ക് ഇപ്പോൾ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ താല്പര്യം എന്തായാലും അത് പറയുക. അതാത് വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നമുക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കാം. നിങ്ങൾക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ. എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണോ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പാട്ട് എല്ലാവർക്കും കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടമുണ്ടാവും. പക്ഷേ അതിന് നൈസർഗികമായ ഒരു വാസന അത് ഉള്ളിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാടാൻ കഴിയുള്ളൂ.
അതിനെ നമുക്ക് പഠിപ്പിക്കാം. അതിന് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ സ്വര താള ലയങ്ങൾ എന്താണ്, അതിൻ്റെ സ്വര സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ കൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ എല്ലാ കാര്യവും ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സിനിമയെക്കുറിച്ചും സംവിധാനവും അഭിനയമൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ പലരും ചോദിക്കേണ്ടത് അഭിനയം പഠിപ്പിക്കാൻ പറ്റുമെന്ന്. അഭിനയമല്ല പഠിപ്പിക്കുന്നത്, അഭിനയത്തെ എങ്ങനെയാണ് നമ്മളിപ്പോൾ നാടകത്തിലാണെങ്കിൽ എങ്ങനെ അഭിനയിക്കണം, ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ അഭിനയം, രണ്ടാണ്. നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പുറകിലിരിക്കുന്ന ആളാണ് നമ്മുടെ ടാർഗറ്റ്. ഏറ്റവും നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ പഠിപ്പിച്ച വാക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പിൻവശത്തെ സീറ്റിൽ ഒരു മൂലയിലിരിക്കുന്ന ഭാഗികമായി അന്ധയും ബധിരയുമായ സ്ത്രീക്ക്, ഒരു വൃദ്ധയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണം നിങ്ങളുടെ അഭിനയം, നിങ്ങളുടെ സംഭാഷണം. അപ്പം നമ്മൾ അങ്ങോട്ട് ത്രോ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാ ബഹിർസ്ഫുരണങ്ങളെയും നമ്മൾ എറിഞ്ഞു കൊടുക്കണം, അവിടെ എത്തിക്കണമെന്ന്. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്യാമറയിൽ അഭിനയിക്കുമ്പോൾ. നിങ്ങളുടെ മുഖത്തിൻ്റെ 1000 മടങ്ങ് വലുതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു കണ്ണിൽ നിന്നും മറ്റൊരു കണ്ണ് വരെ നമുക്ക് സൈക്കിൾ ഔട്ടി പോകാനുള്ള ദൂരം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ മുഖത്തെ മാംസപേശികളുടെ ഏറ്റവും സൂക്ഷ്മമായ ചലനങ്ങൾ പോലും, ഒരു തുടിപ്പ് പോലും 1000 മടങ്ങ് വലുതാക്കിയാണ് കാണിക്കുന്നത്, എക്സാജറേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ അണ്ടർ പ്ലേ ചെയ്യണം. നാടകത്തിൽ ചെയ്യുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ വന്ന് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിരിക്കും. അപ്പോൾ ഈ മാധ്യമങ്ങളെക്കുറിച്ച് അറിയുക, എന്താണ് നമ്മൾ ഏത് മാധ്യമത്തിൽ കൂടിയാണ് നമ്മുടെ കലയെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്. ചിത്രകലയിൽ പോലും എന്തെല്ലാം തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളുണ്ട്, ഒരുപാട് തരമുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചായങ്ങൾ, ഏത് പശ്ചാത്തലം, ഏത് ക്യാൻവാസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയ്ക്കും അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു പരിശീലന കളരിയല്ല ഉദ്ദേശിച്ചത് നിങ്ങളിലുള്ള ഈ സർഗാത്മകമായ കഴിവുകളെ കണ്ടെത്തുകയും അതെന്താണ് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്വയം കണ്ടെത്തുകയും അതിന് നിങ്ങൾക്കൊരു മാർഗദർശനം, ഒരു വഴികാട്ടിയാവുക. ഒരു പക്ഷേ നമ്മൾ കൊണ്ടുവരുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് അതിന് വേണ്ട വിധത്തിലുള്ള ചെറിയ ടിപ്സൊക്കെ തരാൻ കഴിയുന്നു വരും. അങ്ങനെ ഉള്ള ഒരു സർഗ പ്രക്രിയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കലയിൽ ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് കല. അപ്പം ജീവിതത്തിലുള്ളതെല്ലാം കലയിലും ഉണ്ടാകും. ഇപ്പം സംബന്ധിച്ചോളാണെങ്കിൽ ജീവിതത്തിൽ ഇല്ലാത്തതും ചിലപ്പോൾ കലയിൽ കൊണ്ടുവന്ന് വരും. അപ്പം ഈയിടക്ക് കണ്ടതൊരു മൺമറഞ്ഞു പോയ മഹാന്മാരായിട്ടുള്ള ലോകത്തിലെ പ്രതിഭാശാലികളായിട്ടുള്ള നേതാക്കൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു. അത് ഫോണിലാണ്, അറിയ ഫോണിലാണ്. ക്രിസ്ത്യൻ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ പാപിയായി ജനിക്കുന്നു എന്നാണ് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത്. ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് മനുഷ്യൻ ഹീനനും അശുദ്ധനുമായി ജനിച്ചുകൊണ്ട് പാപമോക്ഷത്തിനായി അല്ലെങ്കിൽ മോക്ഷ ലബ്ധിക്കായി അനേകം ജന്മാന്തരങ്ങളിലൂടെ ചുറ്റിക്കറങ്ങുന്നു എന്നാണ്. പക്ഷേ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് തികഞ്ഞ പരിശുദ്ധിയോടെ പാപരഹിതനായി കളങ്കരഹിതനായി ആണ് മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത്. അപ്പോൾ അവനൊരു ശൂന്യമായ ക്യാൻവാസാണ്, കോരാ കാഗസ് എന്ന് പറയില്ലേ, ഒരു ശൂന്യമായ കടലാസാണ്. അതിന് പിന്നെ നമ്മൾ എഴുതി ചേർക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള സമൂഹവും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും. അപ്പം നല്ലത് കിട്ടുമ്പോൾ ഇത് നല്ലതായി തീരും. അപ്പോൾ ഇതൊരു കളരിയാണ്. നമ്മളിങ്ങനെ ഒരു പരീക്ഷയൊക്കെ പഠിക്കുന്നത് പോലെ ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജയിക്കുമോ തോക്കുമെന്ന് അറിയും. അതുപോലെ ഒരു സ്ഥലത്തേക്ക് പഠിച്ച് നമ്മൾ അയച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് അല്ലാഹു ഒരുപാട് സിദ്ധിവിശേഷങ്ങൾ തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മളിത് തിരിച്ചറിയുന്നില്ലാന്നുള്ള വാസ്തവം. നമ്മുടെ കഴിവ് മാത്രമല്ല, നമ്മുടെ കഴിവില്ലായ്മകളെയും കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് പരിശീലനത്തിലൂടെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മളിലെ ന്യൂനതകളെയും തിരിച്ചറിയും. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നപ്പോഴാണ് എൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഞാൻ ബോധവാനായത്. നമ്മൾ സാധാരണ ഒരിക്കലും നമ്മൾ നമ്മുടെ സ്വന്തം ശബ്ദം മറ്റുള്ളവർ കേൾക്കുന്നത് പോലെ കേൾക്കുന്നില്ല.
നമ്മുടെ ശബ്ദം നമ്മുടെ ചെവിയിലെത്തുന്നത് സ്റ്റീരിയോഫോണിക് എഫക്റ്റിലാണ്. പുറത്തുനിന്നുള്ള ശബ്ദതരംഗങ്ങൾ കർണപടങ്ങളിൽ പതിച്ച് നമ്മളത് കേൾക്കുന്നു. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കണ്ടക്ഷൻ, ഈ ബോൺ സ്ട്രക്ചറിലൂടെ അകത്തുകൂടെയും ഇത് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലൂടെ സ്റ്റീരിയോഫോണിക് എഫക്റ്റിലാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ശബ്ദം വളരെ ഗാംഭീര്യമുള്ളതായിട്ട് തോന്നും. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നതല്ലേ ശരിയായ ശബ്ദം. എൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നതല്ല എൻ്റെ ശബ്ദം, നിങ്ങൾ കേൾക്കുന്നതാണ് എൻ്റെ ശബ്ദം ശരിയായ ശബ്ദം. അത് ഞാൻ തിരിച്ചെന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയപ്പോഴാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരുപക്ഷെ സിനിമയിൽ കാര്യങ്ങളുമായിട്ടുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഡബ് ചെയ്തെങ്കിലും ജീവിക്കാം, മറ്റുള്ള അഭിനേതാക്കളൊക്കെ ശബ്ദം കൊടുത്തുകൊണ്ട് ജീവിക്കാം. അപ്പോൾ അവിടെ വെച്ച് ആ മോഹം അവിടെ അസ്തമിച്ചു. എൻ്റെ ശബ്ദം അതിന് പറ്റിയതല്ല എന്ന് എനിക്ക് ബോധ്യമായി. പിന്നെ ശബ്ദത്തിനെ നന്നാക്കാനുള്ള കുറേ എക്സസൈസ് കുറേയൊക്കെ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ അത് പറ്റില്ല, വേണ്ടാത്ത കാര്യം വിട്ടു. അറിയുന്ന കാര്യങ്ങളും പഠിച്ചോ തന്ന കഴിവുകൾ നല്ല അത് ഉപയോഗിക്കും, ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ സൃഷ്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് സർഗാത്മകത, ഈ പ്രായമായില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മ. കുറേ ആളുകൾ, കുറേ പ്രതിഭാശാലികൾ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിലാണ് അവരെക്കുറിച്ച് തിരിച്ചറിയുകയും അവർ വലിയ ഉയരങ്ങളിലെത്തുകയും അവർ തിരിച്ചറിഞ്ഞ കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രതിഭാശാലിയും പ്രശസ്തരായി തീർന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വൈകിയെന്ന് വിചാരിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വരുന്നവർ കൂടുതലും റിട്ടയർഡായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കിതിൽ താല്പര്യമുണ്ടാവുമോ, ഇങ്ങനെയുള്ളൊരു സർഗാത്മകതയെ പിന്നെ പരിപോഷിപ്പിക്കാനുള്ള ഉദ്യമത്തിൽ അവർക്കൊരു അത്ര ഒരു ആവേശം കാണുമോ? അപ്പോൾ നമ്മുടെ സാഹിബ് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരല്ലെങ്കിൽ അവരുടെ കുട്ടികളെങ്കിലും വരും, കുട്ടികളെ നമ്മൾ കൊണ്ടുവരാൻ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞു, കുട്ടികളവിടെ നിൽക്കട്ടെ, അവർക്ക് വേറെ അവന്യൂസ് ഉണ്ട്, ഇനിയും അവർക്ക് സമയമുണ്ട്. അപ്പോൾ നിങ്ങളിലുള്ള അങ്ങനെയുള്ള കഴിവുകളെ നിങ്ങൾ സ്വയം തിരിച്ചറിയുകയും അത് അറിഞ്ഞിട്ട് വേണം ഇതിൻ്റെ തുടർ പ്രക്രിയകൾ, ബാക്കിയുള്ള ക്ലാസ്സുകൾ എങ്ങനെ വിഭാവനം ചെയ്യണം, എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ ദീർഘിപ്പിക്കുന്ന സമയം കുറേയായി. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം. ഏതായാലും എല്ലാവരുടെയും അനുഭവത്തോടും അല്ലാഹു തആലയുടെ അനുഗ്രഹത്തോടും കൂടി ഈ ഒരു ഉദ്യമം, ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇതുകൊണ്ട് നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും പ്രയോജനമുണ്ടാവട്ടെ. നിങ്ങളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന നിഗൂഢമായ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അജ്ഞാതമായിട്ടുള്ള കഴിവുകളെ അറിയാനും അത് പ്രകടിപ്പിക്കാനും അത് നിങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്രദമായ വിധത്തിൽ അതിനെ പരിപോഷിച്ചെടുക്കാനും കഴിയട്ടെ എന്ന ആശംസയോടുകൂടി, എല്ലാ പ്രാർത്ഥനയോടും കൂടി ഈ സർഗസായഹനം എന്ന പ്രോജക്റ്റിന് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.